ഞാൻ ഈ പ്രഭാതത്തിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്. സാധാരണ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഷൂ ഇടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഊരിക്കളയാണ്. എൻ്റെ കയ്യിലൊരു ഫുട്ബോളുണ്ട്. എൻ്റെ പുറകിൽ ഇന്ത്യയിലെ ഈ ഫുട്ബോളിൻ്റെ രാജാവ് അദ്ദേഹം IM വിജയനും ചേരുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മോടൊപ്പം അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്റ്റേഡിയം അത് ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യം തന്നെ ഈ ഫുട്ബോൾ അങ്ങേക്ക് കൈമാറുന്നു. ഇതാണ് അങ്ങയെ ഈ ലോകത്തിന്റെ നിറകിലെത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ ഫുട്ബോളാണ്. താങ്കളുടെ പേരിൽ ഇപ്പോൾ തൃശ്ശൂർ വലിയൊരു നന്ദി സൂചകമായി ഈ രാജ്യത്തിന് അങ്ങ് നൽകിയ ആ സംഭാവനയ്ക്ക് നന്ദി സൂചകമായിട്ട് ഒരു സ്റ്റേഡിയം എന്ത് തോന്നുന്നു? ഇല്ല, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ സ്റ്റേഡിയം വരാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ലാലൂർ എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ടപ്പുറത്ത് എൻ്റെ കസിൻസ് വീടൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഓണ സീസണിലൊക്കെ ഇവിടേക്കാണ് ആദ്യം വരല്. പിന്നെ ഇവിടെ പോലീസ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനെ മരിച്ചിട്ട് അച്ഛനെ കുഴിച്ചിട്ട് ഇവിടെയാണ്, അന്ന് സംസ്കരിച്ച ഇവിടെയാണ്. അപ്പോൾ ലാലൂരായിട്ട് നല്ല ബന്ധമാണ്. കാര്യം പറഞ്ഞത് ആരും കൂടെ അടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത്ര മാലിന്യങ്ങൾ കൊണ്ടിട്ട് അന്ന് ജോസഫ് സാറ്, ഞാൻ കേരള പോലീസിൽ 86 പോയപ്പോൾ ജോസഫ് സാറ് കാര്യം പറഞ്ഞു. ഇങ്ങനെ കളിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പേപ്പറിലേക്ക് പറഞ്ഞു, എനിക്ക് ജോസഫ് സാർ DGP കുപ്പയിലെ മാണിക്കത്തിനെ എടുത്താന്ന് പറഞ്ഞാണ്. കുപ്പയിലുണ്ടായിരുന്നാണ് ആ മാണിക്കാണെന്ന് പറഞ്ഞ IM വിജയൻ പറഞ്ഞു. പക്ഷെ കുപ്പയിൽ കിടക്കുന്ന സ്റ്റേഡിയത്തിനെ ഒരു മാണിക്കാക്കിയാണ് എൻ്റെ പേരിലുള്ള ഈ സ്റ്റേഡിയം. രണ്ടിനും വലിയ സമാനതകളുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്ന് കയറി വന്ന് ഇതിൻ്റെ ഉന്നതിയിലെത്തി. അതുപോലെ തന്നെ ഈ നാട് നമുക്കറിയാം, നമ്മൾ എത്രയോ സമരങ്ങൾക്ക് വേദിയായിട്ടുള്ള സ്ഥലമാണ് ഈ ലാലൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു കുപ്പത്തൊട്ടിയായിരുന്നു. അവിടെ അതേ പേരിൽ ഏറ്റവും ഗംഭീരമായ ഒരു സ്റ്റേഡിയം തയ്യാറായിരിക്കുന്നു. ഇതിന് ആരോടൊക്കെയാണ് അങ്ങേക്ക് നന്ദിയുള്ളത്? തീർച്ചയായിട്ടും അതിന് തന്നെ ഭയങ്കര നന്ദിയുള്ളത് ഒന്ന് രാജേട്ടനും, സ്പീക്കറിനാണ് രാജേട്ടനും, നമ്മുടെ സുനേട്ടനോട് മന്ത്രി VS സുനിൽകുമാർ, കൃഷി മന്ത്രിയാണ്. അവരാ രണ്ടുപേരാണ് എൻ്റെ പേര് നോമിനേറ്റ് ചെയ്തത്. അവിടെ നോമിനേറ്റ് ഈ പേര് തന്നെ വേണം, IM വിജയൻ എന്നുള്ള പേര് വേണം ഈ സ്റ്റേഡിയത്തിന്, ഈ സ്പോർട്സ് കോംപ്ലക്സിന് ഈ പേര് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ അതെന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അതെന്നെ ഭയങ്കര സന്തോഷമായി. കേട്ടപ്പോൾ അയ്യോ ചേട്ടാ എൻ്റെ പേരിലാവുമോ? തീർച്ചയായിട്ടും ആവുമെന്ന് പറഞ്ഞു. അതന്നെ അവരാണ് ഈ റെഡിക്കും ഈ സ്റ്റേഡിയം ഇവിടെ എത്തിച്ചത്. അല്ലപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞ് നോക്കി കുറേ എതിർപ്പുകളുണ്ടായിരുന്നു. അതിനൊക്കെ തരണം ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ 3-ാം തീയതി നമ്മളതിനെ അടിച്ചു പൊളിക്കും. എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? ഇപ്പോൾ ഒരു ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, മറ്റെന്തൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട്? ഇല്ല, അവിടെ വലിയ ഇൻഡോർ സ്റ്റേഡിയം 10,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇൻഡോർ സ്റ്റേഡിയം. ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇവൻറ്റും ഉണ്ട്. എല്ലാ ഇവൻറ്റും തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാം, വോളിബോൾ കളിക്കാം, ഷട്ടിൽ കളിക്കാം, ഹാൻഡ് ബോൾ കളിക്കാം. അങ്ങനത്തെ ഒരു 10,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ഇതാണ്. അപ്പോൾ അത് ഗാലറി ഉണ്ട്, 10,000 പേർക്ക് ഇരിക്കാം. അപ്പോൾ നല്ല നല്ല മാച്ചസ്, ഷട്ടിലായാലും ബാസ്കറ്റ് ബോളൊക്കെ ആദ്യം നമ്മുടെ അവിടെ ഭയങ്കരമായിട്ട്, വോളിബോളൊക്കെ ജിമ്മി സാറൊക്കെ കളിക്കുന്ന സമയത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വന്ന് കളിച്ചാൽ, കേരള പോലീസിനൊക്കെ വന്ന് കളിച്ചാൽ. അപ്പോൾ നല്ല നല്ല ബെസ്റ്റ് ടൂർണമെൻറ്റ് ഇപ്പോൾ ഇവിടെ വയ്ക്കാൻ പറ്റും. അത് വലിയൊരു ഭാഗ്യം. പിന്നെ നമ്മുടെ ഈ സ്റ്റേഡിയം കുറച്ച് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നാശമായിപ്പോകും. മെയിൻ്റനൻസ് പ്രധാനമാണ്. ഇത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമൊന്നുമില്ല, ഉപയോഗിക്കാൻ കൊടുത്താൽ മതി. ഇപ്പം നല്ല അക്കാഡമി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഫീസ് മേടിച്ചിട്ട് കൊടുത്താലും മതി. ചെറിയ ഫീസ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് വെറുതെ ഇടും തോറും ഇപ്പോൾ നല്ലൊരു ക്യാൻവാസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വെറുതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാശാവില്ല എന്ന് തോന്നുന്നു. വെറുതെ തോന്നണം, പെട്ടെന്ന് നാശാവും. സത്യത്തിൽ തൃശ്ശൂർ വലിയൊരു സാധ്യതയാണ്. ഇപ്പോൾ അപ്പുറത്ത് സ്റ്റേഡിയം, അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുന്നു. ഇവിടെ പുതിയൊരു സ്റ്റേഡിയം അങ്ങയുടെ പേരിൽ വരുന്നു. തൃശ്ശൂരിലെ പ്രത്യേകിച്ച് ഒരു ഫുട്ബോൾ പ്രേമികൾ, കായിക പ്രേമികൾക്കൊക്കെ വലിയ അവസരം കൂടിയാണല്ലോ. ശരി, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരാമെന്ന അതൊരു എന്താ പറയുക, ഇപ്പം ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, സ്പോർട്സുകാർക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള കുറച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഇവിടെ കേരളത്തിൽ കുറേ സ്റ്റേഡിയങ്ങൾ വരുന്നുണ്ട്. ഒക്കെ ഈ സ്പോർട്സുകാരുടെ പേരിലാണ് പറഞ്ഞത്. അത് ഫുട്ബോൾ മാത്രമല്ല, ഫുട്ബോളിൽ ഇപ്പം എൻ്റെ പേരിലാണ്. മറ്റുള്ളിടത്തൊക്കെ പല കുറേ സ്റ്റേഡിയങ്ങൾ വരണമൊക്കെ മറ്റുള്ള സ്പോർട്സുകാരുടെ പേരിലാണ് വരുന്നത്. അത് വോളിബോൾ പ്ലേയേഴ്സ് ഉണ്ട്, മരിച്ചു പോയവരൊക്കെ ഉണ്ട്, അവരുടെ പേരിലാണ് വരുന്നത്. അതന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നിട്ട് ചെയ്തിട്ടുള്ളത് വലിയൊരു കാര്യം. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ആരും ഇത്രയും വലിയൊരു സ്റ്റേഡിയം. ഇത് രണ്ട് രീതിയിലും മാതൃകയാവണം. ഒന്ന്, ഒരു വളരെ മോശമായ വലിയ രീതിയിൽ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്തെ ഏറ്റവും സുന്ദരമായി മാറ്റിയെടുത്തു, അതും ഉപയോഗപ്രദമായി മാറ്റിയെടുക്കുന്നു.
രണ്ട്, ഒരു ജീവിച്ചിരിക്കുന്ന IM വിജയന് അദ്ദേഹം ഈ നാടിന് നൽകിയ സംഭാവന, ആ സംഭാവനയ്ക്ക് ഒരു തികഞ്ഞൊരു നന്ദി സൂചകമായ ഒരു തിരിച്ചു നൽകുന്നു. ഈ രണ്ടും ചേരുന്ന ഒരു പ്രത്യേക ഇടമായി മാറുകയാണ് സത്യത്തിൽ ലാലൂർ. തീർച്ചയായിട്ടും ലാലൂർ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ തൃശ്ശൂർക്കാരല്ല, കേരളം മൊത്തം അറിയുന്നതാണ്. അത്രയധികം ജയ്സൺ പറഞ്ഞ പോലെ അത്രയധികം സമരം നടന്നിട്ടുള്ള സ്ഥലമാണ്. അത്രയും ബെസ്റ്റ് സ്ഥലമായിരുന്നു. അവിടെയാണ് ഇത്രയും മനോഹരമായ സ്റ്റേഡിയം വരുന്നത്. നമ്മുടെ കോർപ്പറേഷനും നമ്മുടെ ഗവൺമെൻറ്റും കൂടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു അതിഗംഭീരമായ സ്റ്റേഡിയം 3-ാം തീയതി ഇനോഗ്രേഷൻ. ഞാൻ 2 ദിവസം മുന്നേ സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, മന്ത്രിനെ കണ്ടപ്പോൾ, മിനിസ്റ്റർ കണ്ടപ്പോൾ, ചീഫ് മിനിസ്റ്റർ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു സാർ എന്തായാലും വരണം, സാറ് വന്നാലേ ഇത് പൂർണ്ണതയാവുള്ളൂ. കാരണം ഇത്രയും വലിയൊരു സ്റ്റേഡിയം എൻ്റെ പേരിൽ വന്നിട്ട് സാറ് വന്നില്ലെങ്കിൽ സങ്കടമുള്ള കാര്യമാണ്. എല്ലാവർക്കും സാറ് വരണമെന്നാണ് താല്പര്യം. അല്ല, IM വിജയൻ്റെ ഒരു പ്രവർത്തന മേഖല നോക്കിയാൽ ഒരു രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാ മേഖലകളിൽ നിന്നും വലിയ പിന്തുണയാണ്. K കരുണാകരൻ തുടങ്ങി അങ്ങയുടെ ചരിത്രത്തിൽ, ഈ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ എല്ലാവരുടെയും പിന്തുണ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ജാതിമേ പറഞ്ഞിട്ടോ രാഷ്ട്രീയം എല്ലാവരും ഞാനൊരു നാഷണൽ ഫിഗറാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിയോളൂ. നമുക്കെല്ലാവരും വേണം. അതുകൊണ്ടാണ് അവർക്ക് എന്നോട് ഇത്ര ഞാൻ ഓർക്കുന്നു, തെരഞ്ഞെടുപ്പ് സമയത്ത് ലോകസഭാ സ്ഥാനാർത്ഥിയാവാൻ, നിയമസഭാ സ്ഥാനാർത്ഥിയാവാൻ പല ഓഫറുകളും വന്നിട്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. തീർച്ചയായിട്ടും അതല്ല, നമുക്ക് പാർട്ടി ഉണ്ട്, അത് നമ്മുടെ ഒരു മനസ്സിലുള്ളതാണ്. പക്ഷേ നമുക്കെല്ലാവരും വേണം. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. എല്ലാവരും കൂട്ടിക്കൊണ്ട് നടക്കാനോ പറ്റില്ല. എനിക്കിപ്പോൾ ആരുടെ അടുത്തേക്ക് വേണമെങ്കിൽ ഡയറക്റ്റാണ് കയറി ചെല്ലാം. പക്ഷെ നമ്മളൊരു പാർട്ടിയിലായാൽ പിന്നെ അത് 2 പേര് ഉറപ്പിക്കണം, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഉള്ള സ്നേഹം കൊണ്ട് അവരുടെ കൂടെ നടക്കണമെന്നല്ല, എല്ലാവരുടെ കൂടെ നടക്കണമെന്നല്ല. ഏതായാലും IM വിജയൻ്റെ ഓർമ്മകൾ, അദ്ദേഹം നടത്തിയ ഓർമ്മകൾ ഇനിയും മരിക്കുന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. വരും തലമുറയ്ക്ക് പങ്കുവെക്കുന്ന വലിയ സംഭാവനകളായി മാറാൻ വേണ്ടിയിട്ടുള്ള അത്രയും വലിയ സ്റ്റേഡിയമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിലൂടെ പുതുതലമുറ വളരണമെന്നതാണ് ഇത് നൽകുന്ന സന്ദേശം. റിപ്പോർട്ടർ ജെയ്സൺ, തൃശ്ശൂർ.